തലമുണ്ടനം ചെയ്തും മുടി മുറിച്ചും സർക്കാരിനോടുള്ള പ്രതിഷേധം ആശാപ്രവർത്തകർ പ്രകടിപ്പിച്ചു. സമരം 50 ദിവസം പിന്നിടുമ്പോഴാണ് വൈകാരിക രംഗങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത്. സമരസമിതി നേതാക്കൾ ഉൾപ്പെടെ മുടി മുറിച്ചു. വിവിധ ജില്ലകളിൽ ആശമാർക്ക് പിന്തുണ അറിയിച്ച് പ്രതിഷേധ പരിപാടികൾ നടന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ ആശമാരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുടി മുറിച്ചു. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, അതിവൈകാരികമായ രംഗങ്ങൾക്കാണല്ലോ ഇന്ന് സമരപ്പന്തൽ സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ സമരമാണ്. അവരുടെ സമരം ഇന്ന് രാപ്പകൽ സമരം 9ാം ദിവസവും നിരാഹാര സമരം 12ാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ്. അപ്പോഴാണ് അതിവൈകാരികമായ ഒരു സമരമുറയിലേക്ക് ഈ ആശാപ്രവർത്തകർ കടന്നത്. അവർ ഒരു 11 മണിയോടുകൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നേരെ തൊട്ട് പിന്നിൽ കാണുന്നത് മുഖ്യമന്ത്രി അടക്കം ഇരിക്കുന്ന ഓഫീസാണ്. ആ ഓഫീസിന് നേരെ മുന്നിലാണ് ഇവർ സമരം ചെയ്യുന്നത്. ആ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ അതിന് മുന്നിൽ കെട്ടിയിരിക്കുന്നത് അവർ മുറിച്ചെടുത്ത മുടികളാണ്. അതിങ്ങനെ ഒരു വള്ളിയിൽ കെട്ടി അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പാട്ടുപാടിയും അതോടൊപ്പം തന്നെ ഡാൻസ് കളിച്ചും ഒക്കെ പ്രതിഷേധിക്കുകയാണ്. എല്ലാത്തിനെയും ഒരു സമരമുറയായി മാറ്റുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മുടി മുറിച്ചുള്ള സമരം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ അത് തല മൊട്ടയടിച്ചുള്ള സമരത്തിലേക്ക് കൂടി മാറി. ഇതിപ്പോൾ നിങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചത് മുടി മുറിച്ചുള്ള സമരമായിരുന്നു, പിന്നീട് തല മൊട്ടയടിച്ചുള്ള സമരത്തിലേക്ക് മാറി. അതിവൈകാരികമായി ചേച്ചി ആ സമയത്ത് കരയുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്താണ് ഇങ്ങനെ മൊട്ടയടിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത്? ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചിരിക്കുകയാണ് സാർ. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വരണം. ഞങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലും ഞങ്ങളുടെ വിളിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണം. ഞങ്ങൾ ഇതൊന്ന് തകർക്കാൻ വേണ്ടി വന്നതല്ല, ഞങ്ങളുടെ ജീവിത പ്രശ്നത്തിന് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിന് ജീവിക്കാൻ വേണ്ടിയുള്ള പിച്ചയ്ക്ക് വന്നത്, ജീവിക്കാൻ വേണ്ടിയുള്ള പിച്ചക്കാശിന് വന്നത്. ഞങ്ങൾക്ക് ഇത് അവർ അംഗീകരിച്ച് തന്നേ പറ്റുള്ളൂ. ഞങ്ങൾ വേറെ ഒന്നും പറയാൻ ഇനിയില്ല, ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി ഇടപെട്ടൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നമ്മൾ ചില ദിവസങ്ങളിൽ സമരത്തിൽ ചില ആളുകളുടെ എണ്ണത്തിലൊക്കെ കുറവ് വരുമ്പോൾ ഈ സമരത്തിന്റെ തീവ്രത ഒരല്പം കുറഞ്ഞോ എന്നൊരു സംശയമൊക്കെ തോന്നുന്നുവെങ്കിൽ ഒരു സമരം പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള ഒരു പുതിയ സമരമുറയിലേക്ക് കടക്കുമ്പോൾ വലിയ ആൾക്കൂട്ടമായി മാറുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ആശാപ്രവർത്തകരുടെ ഒഴുക്കാണ് ഇന്നും സെക്രട്ടേറിയറ്റിലേക്ക് കണ്ടത്. ഇതൊക്കെ നടക്കുമ്പോഴും സമരമുറ മാറ്റി മാറ്റി പരീക്ഷിക്കപ്പെടുമ്പോഴും ഇവരുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. മോത്തി, ശരി.